നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫോണിൽ നടക്കുന്നുണ്ട്. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പേര്, അതുപോലെ നമ്മുടെ അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോൺ മറ്റുള്ള ആളുകൾക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട്. അതുവഴി നമുക്ക് അനാവശ്യ പരസ്യങ്ങൾ, കോളുകൾ, കാര്യങ്ങൾ മൊത്തം വരുന്നുണ്ട്. അത് ഒഴിവാക്കാനുള്ള 3 സെറ്റിംഗ്സിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. ആ 3 സെറ്റിംഗ്സ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ നോക്കിയിട്ട് ചെയ്തു വെച്ചാൽ വളരെ ഉപകാരപ്പെടും. മൊബൈൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം. മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിന്റെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഫോണിൽ കോൺടാക്ട്സുകൾ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഫോൺ നമ്പർ, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അനാവശ്യ പരസ്യങ്ങൾ, അതുപോലെ തന്നെ ബാങ്ക് തട്ടിപ്പുകൾ, പല കാര്യങ്ങളും വരും. അത് 2 കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന് സെറ്റിംഗ്സിൽ കാണിച്ചു തരാം, ഒന്ന് ഗൂഗിൾ ക്രോമിലും കാണിച്ചു തരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ളത്. അപ്പൊ ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഏറ്റവും മുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ ID തന്നെയാണോ ഇതിൽ കാണിക്കുന്നത് എന്നുള്ളത്. ആ ഇമെയിൽ ID തന്നെയാണെങ്കിൽ ആ ഇമെയിൽ ID നമ്മൾ നോക്കിയിട്ട് താഴേക്ക് വരുന്ന സമയത്ത് ഒരു 4-5 ഓപ്ഷൻസ് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ അഡ്രസ് ആൻഡ് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അഡ്രസ്സസ് ആൻഡ് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇതിലും ഇമ്പോർട്ടന്റ് ആണ് ബാക്കിയുള്ള 2 എണ്ണം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാം. ഇവിടെ അഡ്രസ് ആൻഡ് മോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, സേവ് കണ്ടേ, സേവ് ആൻഡ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓട്ടോ ഫില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ബട്ടൺ ഒന്ന് ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഇതുവഴി നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓട്ടോ ഫില്ല് ചെയ്യാൻ, ഓരോ ഫോമുകൾ ഓട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് മറ്റുള്ള പല ആളുകളുടെ അടുത്തേക്കും ഇത് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യാം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനായി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, സെറ്റിംഗ്സ് ഉണ്ടല്ലോ, സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതുകൂടി കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഗൂഗിൾ, ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ ഇമെയിൽ ID നമുക്ക് കാണിക്കുന്നുണ്ട്. ആ ഇമെയിൽ IDന്റെ തൊട്ട് താഴെ 2 ഓപ്ഷൻസ് ആണ്, റെക്കമെൻഡഡും ഓൾ സർവീസസും. നമുക്ക് റെക്കമെൻഡഡ് അല്ല വേണ്ടത്, നമുക്ക് ഓൾ സർവീസസ് ആണ് വേണ്ടത്. ആ ഓൾ സർവീസസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് 2-3 ഓപ്ഷൻസ് കാണാം. ഒരേപോലുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ഉണ്ട്, അതല്ല വേണ്ടത്. അതിന്റെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൂടി കാണാം. ഇത് രണ്ടും ഏകദേശം ഒരേപോലെ ഉണ്ട്. ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ ഫോൺ നമ്പർ ഷെയറിംഗ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം നിങ്ങളുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യാൻ, ഇവിടെ കണ്ടില്ലേ, നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾ തന്നെ അനുവാദം കൊടുത്തിരിക്കുകയാണ് എന്ത് ചെയ്യാണ്, ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതുവഴി ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഗൂഗിൾ ഇതിന് എന്ത് ചെയ്യുന്നുണ്ട്, തേർഡ് പാർട്ടിക്ക് കൃത്യമായിട്ട് വായിച്ചു നോക്കുക, തേർഡ് പാർട്ടിക്ക് ഇത് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ വെറുതെ അല്ല നമ്മളെടുത്തേക്ക് അനാവശ്യ കോളുകളും ബാങ്ക് തട്ടിപ്പുകാരൊക്കെ വരുന്നത്. കാരണം നമ്മുടെ കോളിന് തന്നെ, നമ്മുടെ ഫോൺ നമ്പർ തന്നെ നമ്മൾ തന്നെ അനുവാദം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഉടനടി എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ബട്ടൺ ഒന്ന് ഓഫ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഇവിടെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ മൂന്നാമത് പറയുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് തന്നെ ഓപ്പൺ ചെയ്യാം. ആ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്ക് പല ഫോണിലും പല രീതിയിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ സെർച്ച് ഓപ്ഷൻ നോക്കുക. സെർച്ച് ഓപ്ഷനിൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക. ഏറ്റവും മുകളിൽ സെർച്ച് ഓപ്ഷനിൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്, ഇവിടെ കാണിച്ചു തരാം, പെർമിഷൻ മാനേജർ എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. പെർമിഷൻ മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം നമുക്ക് പെർമിഷൻ മാനേജർ അവിടെ വന്നിട്ടുണ്ട്, താഴെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ പെർമിഷൻ മാനേജറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുറെ മണ്ടത്തരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പെർമിഷൻ മാനേജർ ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പെർമിഷന്റെ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഏതെല്ലാം ആപ്ലിക്കേഷൻസിന് നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. കലണ്ടറിന് കൊടുത്തിട്ടുണ്ട്, കോൾ ലോഗ്സിന് കൊടുത്തിട്ടുണ്ട്, ക്യാമറന്റെ പല കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ട്, പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ചിലതൊന്നും പെർമിഷന്റെ ആവശ്യമേ ഇല്ല. ചില ആപ്ലിക്കേഷന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാത്രം പെർമിഷൻ മതിയോ, പിന്നെ അത് കൊടുത്താലും കുഴപ്പമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാത്തിനും പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കോൺടാക്ട്സിനൊക്കെ ഈ നമ്പറുകളൊക്കെ ഷെയർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കൂടുതൽ നമ്മുടെ നമ്പറും ഷെയർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം ആപ്ലിക്കേഷൻസിനാണ് നിങ്ങൾ പെർമിഷൻ കൊടുത്തതെന്ന് നിങ്ങൾ നോക്കി നോക്കുക. ഇവിടെ അനാവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഞാൻ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്ത് കാണിച്ചുതരാം. ജസ്റ്റ് അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണ്. അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെർമിഷൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡോണ്ട് അലൗവിലേക്ക് മാറ്റി കൊടുക്കാം. അലൗ എന്നുള്ളത് ഡോണ്ട് അലൗ ആക്കിയിട്ട് മാറ്റി കൊടുക്കാം.
ഇനി അഥവാ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് പെർമിഷൻ ചോദിക്കുന്നത് ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സമയത്ത് മാത്രം എന്ത് ചെയ്യുക, പെർമിഷൻ കൊടുക്കുക. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ 3 ഓപ്ഷൻസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അത് എന്തായാലും നിർബന്ധമായും ചെക്ക് ചെയ്യണം. ഇവിടെ മൈക്രോഫോൺ നോക്കൂ. നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോഫോണിൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിയുന്നതും അതുവഴി നിങ്ങൾക്ക് പിറ്റേന്ന് തന്നെ അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ വന്നു തുടങ്ങുന്നതും നിങ്ങൾ കൊടുത്തിരിക്കുന്ന പെർമിഷൻ വഴി തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതേപോലെ അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ റെക്കോർഡർ വരുന്നുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും ഇവിടെ അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം പെർമിഷൻ കൊടുക്കുക. എല്ലാത്താണെങ്കിൽ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഡോണ്ട് അലൗവിലേക്ക് കൊടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോ അഥവാ അങ്ങനെ അല്ല എന്നുള്ള തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നേരെ പോയിട്ട് വൈൽ യൂസിങ് ഇവിടെ കണ്ടില്ലേ, ഓൺലി വൈൽ യൂസിങ് ദി ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, ആ ഓപ്ഷനിലെത്തിയിട്ട് ക്ലിക്ക് ചെയ്തു